മന്ത് പ്രഗ്നന്റ് ആയിരുന്നു, വീണ്ടും അടുത്ത പപ്പി വേണമെന്ന് പപ്പി എടുത്ത ആളാണ്. സുതാപ്പ് വന്ന സമയത്താണ് എൻസോ വരുന്നത്. അപ്പൊ പപ്പി എൻസോ അതിന് മുമ്പ് ഇവിടെ ലൈക്ക പപ്പി വന്ന് കാനക്കോഴ്സ് ഫീമെയിൽ. അത് ഇവളൊരു 6th മന്ത് പ്രഗ്നൻസിയിൽ പപ്പി വരുന്നു, പപ്പിയുടെ കൂടെ ഇരിക്കുന്നു. അതുവരെ എൻ്റെ ഡിപ്രഷൻ, എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് ചേട്ടാ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ച പപ്പിയും കൂടെ ഇവിടെ പിടിച്ചു വാങ്ങിച്ചെടുത്ത് ഫ്രണ്ടാണ് ഭാര്യ, ഫ്രണ്ടാണ് ഗർഭിണി എന്നൊക്കെ ചോദിച്ച് എന്നെ ഇമോഷണലി പിടിച്ചു വാങ്ങിച്ച് വേറെ കാനക്കോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് റിപ്പീറ്റഡ്ലി ഒരു ബ്രീഡ് വളർത്തുന്ന വലിയ അങ്ങനെ വൃത്തികേടെന്നല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് പുതിയ പുതിയ ബ്രീഡ്സുകൾ വളർത്തണം, അതെങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ സമയത്ത് ഒരേ ബ്രീഡിലുള്ള രണ്ടെണ്ണം ഫീമെയിലും. എന്നിട്ട് അവളും ഉണ്ടായിരുന്നില്ല, അപ്പൊ കൊച്ചു ജനിച്ചപ്പോ പിന്നെ ഇതെടുത്ത്. അപ്പൊ ഇപ്പം സൗഭാഗ്യ ചേച്ചിയാണ് ഡോഗ്സിനെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അർജുൻ ചേട്ടനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നീ കൊണ്ടുപോവാ മോട്ടിവേറ്റ് ഇല്ല, ഞാൻ കാല് മോട്ടിവേഷൻ ഒന്നുമില്ല, കാല് പിടിക്കും ഞാൻ ചേട്ടാ പ്ലീസ്. ഇനി അടുത്ത ഒരു മെമ്പർ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട് വരുന്നുണ്ട് ഉടനെ തന്നെ. ഒരുപാട് നാള് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകിട്ടില്ല ഒരു പുതിയ മെമ്പർ കൂടെ. അപ്പൊ 8 പേരാണ്. നോ എന്ന് പറഞ്ഞൊരു സാധനം എന്റെ അടുത്ത് പറയേയില്ല. മെനക്കേടൊക്കെ ആണെന്ന് അറിയാം, കൂടെ ഇരുന്ന് മെനക്കേട, അല്ലാതെ തലയിലെഴുത്ത്. ഇപ്പൊ ഹ്യൂഗോക്ക് പകരം 3 പപ്പീസ് ഇവിടെ ജോയിൻ ചെയ്ത്. അവരുടെ പേരൊക്കെ 2 ഹസ്കി. അത് ഫീമെയിലിനെ നമ്മൾ എടുക്കാൻ വേണ്ടി ഇരുന്നതല്ല, പിന്നെന്തോ അതൊരു യാദൃശ്ചികമായ ഒരു മൂവ് ആയിരുന്നല്ലേ. അത് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ഫീമെയിൽ എടുക്കണമെന്ന്? അതെങ്ങനെ സമ്മതിച്ചു കൊടുക്ക്. ഒരു ഹസ്കി മെയിലിനെ നമ്മൾ എടുത്തു, അപ്പോൾ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഇഷ്ടപ്പെട്ടു എന്നുള്ള വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചേട്ടാ അന്ന് അതിനെടുക്കാം, അങ്ങനെ 2 എണ്ണം ഹസ്കി മെയിലും ഫീമെയിലും ഉണ്ട് ഇപ്പൊ, ബർഫിയും നൈലയും. ഇവരെ അറിയാതിരിക്കുമല്ലോ, ഭയങ്കര ചട്ടമ്പികളാണ് ബർഫി. ഇതാണ് ബർഫി. ബർഫിനെ നമ്മൾ എടുക്കുന്നത് ഹ്യൂഗോ മരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഒരു പപ്പി വരുമ്പോഴത്തേക്ക് എല്ലാ വിഷമവും മാറുമെന്നാണല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ചട്ടമ്പിയാണ് ഇവൻ. ഇവനെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഇവൻ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കൂലെന്ന് വെച്ചാൽ അങ്ങനെ ഈ ചട്ടമ്പിയും കൂടെ എടുത്ത്. ഇവളാണ് ഇപ്പോൾ ഇവിടുത്തെ ഭയങ്കര ചട്ടമ്പി. ഉള്ള ഇവിടുത്തെ പേരാണ് കുറുക്കൻ, ഇവളാണ് നൈല. ബർഫി ബാ, ഇതാ ഇവിടെ വാടാ, ഉണ്ടാ നല്ല അനുസരണ. എനിക്ക് ഹ്യൂഗോ പോയിട്ട് ഹ്യൂഗോയെ പോലെ ഒരു ഡോഗ് വരില്ല എന്നറിയാവുന്നതുകൊണ്ട് എനിക്ക് കാനക്കോഴ്സോ അല്ലെങ്കിൽ പ്രസ കനേറി അങ്ങനെ ഒരു മാസീവ് ബ്രീഡ് അല്ലെങ്കിൽ മാസ്റ്റിഫ്സിനെ എനിക്ക് വേണമെന്നില്ലായിരുന്നു. എൻ്റെ മനസ്സ് മൊത്തം ഞാനാണെങ്കിൽ എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ആ സാധനം പിന്നെ റിപ്പീറ്റഡ്ലി കാണില്ല. സൗഭാഗ്യം നേരെ തിരിച്ചാണ്. പട്ടിക്കുട്ടി പോയി അന്നോട്ട് ഫുള്ള് TV-യിലും ഫോണിലും എല്ലാം ഇവൻ്റെ വീഡിയോ ഫോട്ടോ ഇതെന്നെ കണ്ട് കരച്ചിൽ നെഞ്ചത്തടി എന്ന് ഒരു 2 മാസമായിട്ട് 2 മാസമായിട്ട് ഈ 2 പപ്പി. ആദ്യം ഒരു പപ്പി എടുത്ത് അങ്ങനൊക്കെ ഇല്ല. സാധാരണ ഒരു പപ്പി എടുത്ത സൗഭാഗ്യം അങ്ങനെയല്ല, 24 മണിക്കൂർ പപ്പിയുടെ കൂടെ ഇരിക്കും. ഇത് എനിക്കറിയാം, ഹസ്കി ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ബ്രീഡാണ്. പക്ഷേ എനിക്ക് ഹസ്കി പോലത്തെ ഡോഗ്സിനെ അത്ര ഭയങ്കര ഒരു ഫാനല്ല ഞാൻ. ഹസ്കി ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ആളെ എനിക്കെപ്പോഴും ട്രെയിൻ ചെയ്ത് വെൽ ട്രെയിൻഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുമ്പോൾ തന്നെ ഇവിടെ അടുത്ത് വന്നിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പട്ടിയെടുത്തുള്ള ഒരു ഇത്.